എത്ര? 2 വോൾട്ടിന്റെ താഴെ. അതേപോലെ അതിൽ 3 കിലോ ഹെർട്സിന്റെ 2ന്റെയും 3ന്റെയും ഇടയിൽ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സർക്യൂട്ട് ഓൺ ആക്കുന്നതിന് മുന്നേ എല്ലാ റെസിസ്റ്റൻസ് ബോക്സിനും ഓരോ കീ അയച്ചിടാം. ഓരോ കീ അയച്ചിടേ. ഇവിടെ 3 കിലോ ഹെർട്സിന്റെ 2ന്റെയും 3ന്റെയും ഇടയിലുള്ള ഫ്രീക്വൻസിയും ഇതില് 2ന്റെ 1.5ന്റെ 2ന്റെ ഇടയിലുള്ളൊരു വോൾട്ടേജ് AC സപ്ലൈ. ഇത് 2 വോൾട്ടിന്റെ ഇടയിൽ 2 വോൾട്ട് താഴെ. ഓക്കെ, 2 വോൾട്ടിന് താഴെ. സർക്യൂട്ട് ഓൺ ആക്കുന്നതിന് മുമ്പേ ഓരോ റെസിസ്റ്റൻസ് ബോക്സിനും ഒരു കീ അയച്ചിടാം. ഷോർട്ട് ആവാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ. നമ്മൾ ആദ്യം DC ചെയ്യാം. DC ചെയ്യുമ്പോൾ ഈ കീ എന്ത് ചെയ്യാം? DC പവർ സപ്ലൈന്റെ അതിലേക്ക് ഇടാം. അതേപോലെ ഗാൽവനോമീറ്ററിലേക്കും കണക്ഷൻ കൊടുക്കാം. ഗാൽവനോമീറ്റർ ഇവിടെ അത് ഈ 6 ലാക്കിന്റെ ഒരു അറ്റത്ത് ഗാൽവനോമീറ്ററും ഒരു അറ്റത്ത് സ്പീക്കറുമാണ്. ഈ ഭാഗത്തേക്ക് DC ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കുക. നമ്മള് DC സപ്ലൈക്ക് കണക്ഷൻ കൊടുക്കുക. ഓക്കെ ഓക്കെ. അതപ്പം ഗാൽവനോമീറ്റർ, അത് DCയും ഗാൽവനോമീറ്ററും. ഗാൽവനോമീറ്റർ ഈ ഒരു ഇവിടെ ഇത് 0 ആവുന്ന പോയിന്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് 0 ആവാൻ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ബോക്സിന് ഏതൊക്കെ കോമ്പിനേഷൻസ് എടുക്കാം. കറക്റ്റ് 0 3 റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ഇത് P, ഇത് Q, ഇത് R. ഇത് കുറച്ചും കൂടി ഒന്ന് ആവാണ്ടി. അപ്പൊ ഇതിന് ചെറുതൊന്നും എടുത്താല് 0 ആയി. അപ്പൊ ഇതിലിപ്പോ 1050, ഇതിൽ 1000, ഇതിലെത്ര 7. അത് മാർക്ക് ചെയ്യാം, അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതാണ് നമ്മളെ ആ കോമ്പിനേഷൻസ്. ഇനി ഇതേ ഇതിൽ തന്നെ ഇത് AC-ലേക്ക് ഇടാം. ഈ കണക്ഷൻ AC-ലേക്ക് ഇടാം. ഈ കണക്ഷൻ സ്പീക്കറിലേക്ക് ഇടാം. അപ്പൊ അതവിടുന്ന് സൗണ്ട് കേൾക്കും. നമ്മൾ ചെവിനടുത്ത് വെക്കാം. എന്ത് ചെയ്യാം? ഈ കപ്പാസിറ്റൻസ് ഇപ്പൊ മാക്സിമം ആണോ മിനിമം ആണോ നമുക്ക് അറിയില്ല. നമുക്ക് ഇതിങ്ങനെ തിരിച്ചു വെക്കാം. അപ്പൊ മിനിമം ഈ സൗണ്ട് ഏറ്റവും മിനിമം ആവുന്നൊരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ നോക്കുക. ഇതാണ് മെയിൻ ഇട്ടു. അതിന്റെ പോയിന്റിന്റെ ശേഷമുള്ള വാല്യൂ. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇതിപ്പോ കുറഞ്ഞിണ്. അത് 2ന്റെയും 3ന്റെയും ഇടയിൽ സൗണ്ട് കുറഞ്ഞിണ്. അപ്പൊ അതാണ് നമ്മളെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഒക്കെ. മറ്റേ നോക്കണ്ട, മറ്റേ ഇത് തിരിക്കാം. ഫുള്ള് പോണോ? സൗണ്ട് ഫുൾ പോവല്ല, പറ്റ മിനിമം. അപ്പൊ ഇത് പറഞ്ഞാല് ഇപ്പൊ 2 ഇതിന്റെ റീഡിങ് അങ്ങനെ എടുക്കുക വെച്ചാല് ഇപ്പൊ 2ന്റെ നേരെ 2 × 0.1 പ്ലസ് ഇവിടെ ഇപ്പൊ 6ന്റെ നേരെ 6 × 0.01 പ്ലസ് 2 × 0.001. പിന്നെ 0.000 0.2522. ഇത് 3ന്റെ താഴെ AC. ഇത് 2 വോൾട്ടിന്റെ താഴെ. പിന്നെ ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോ ഈ അറ്റത്തുള്ള രണ്ടെണ്ണം, നടുവിലത്തെ ഒന്നും അറ്റത്തുള്ള ഒന്ന് റെസിസ്റ്ററിനും ഒന്ന് അടുത്ത റെസിസ്റ്റർ. ഇതില് P, R, Q എടുക്കുക അല്ലേ? ഇതിൽ ഒരു P കോൺസ്റ്റന്റ് ആയി എടുത്ത് R-ഉം Q വേറെ ചെയ്തു. അതിലുള്ള കപ്പാസിറ്റൻസ് അറിയുന്ന മറ്റേ ബോക്സ് ഉള്ളതാണ് അല്ലേ? ഇത് ഇക്വേഷൻ ചെയ്യാം, ഇതിലും ഇക്വേഷൻ ചെയ്യാം അല്ലേ? മൈക്രോഫാരഡ് തന്നെ ചെയ്യുന്നത്. ഇത് മൈക്രോഫാരഡ് ആണ്. എന്നിട്ട് L കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് L = P × R × C. R = PR/Q. ഇത് അൺനോൺ റെസിസ്റ്റൻസും ഇത് അൺനോൺ ഇൻഡക്റ്റൻസ്. 10⁻³ ന്റെ ഓർഡറിൽ വരണം. ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഈ ഒരു 2.65 എന്ന് പറഞ്ഞാൽ മില്ലി ഹെൻറി ആണ്. മില്ലി ഹെൻറിക്ക് മാറ്റാനാണ്. ഈ R എന്താ? ആണ് അൺനോൺ റെസിസ്റ്റൻസ്. അതെവിടെയാ? അതിൽ കണക്ട് ചെയ്ത ഇൻഡക്ടറിന്റെ അൺനോൺ. ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ. ഇൻഡക്റ്റൻസിന്റെ അടുത്ത് PR/Q അല്ലേ? PR/Q. കിട്ടിയ നമ്മള്
മാറും. പക്ഷെ ഇപ്പം ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ എടുത്താൽ മതി എന്നാണ്. ഈ ചെറിയ ആറ് എല്ലാത്തിനും ഒരേ വാല്യൂ കിട്ടുക. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്.